നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ട് വേഴ്സസ് ബ്രസീൽ മത്സരം ഇതാ ഇങ്ങെത്തിക്കഴിഞ്ഞു. ശനിയാഴ്ചയാണ് ആ പോരാട്ടം വെംബ്ലിയിൽ നടക്കുന്നത്. ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ 12:30 ആ കളി ആരംഭിക്കുക. ഇന്ത്യൻ സമയം അങ്ങനെയാണ്. എന്നാൽ വെംബ്ലിയിൽ പരിശീലനം നടത്തുന്ന ബ്രസീൽ ടീം ഇംഗ്ലണ്ടിനെതിരെ എങ്ങനെ ഇറങ്ങും? ആരൊക്കെയായിരിക്കും ആദ്യ 11 ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും പുതിയ കോച്ച് ഡൊറിവാൾ ജൂനിയറിന് കീഴിൽ ബ്രസീൽ കളിക്കുമ്പോൾ എന്താവും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ആരാധകർക്കുണ്ട്. മികച്ചൊരു തുടക്കം ഡൊറിവാൾ ജൂനിയർക്ക് ലഭിക്കട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ടിറ്റെ പോയതിനു ശേഷം ബ്രസീൽ ടീമിന് ആ ഒരു മികവിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡൊറിവാൾ ജൂനിയറിന് കീഴിൽ അതിന് സാധിക്കട്ടെ. എന്തായാലും ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഇതുവരെ തൻ്റെ ഫസ്റ്റ് 11 എന്താണ് എന്ന് തീരുമാനിച്ചിട്ടില്ല. ട്രെയിനിങ് പുരോഗമിക്കുകയാണ്. ശനിയാഴ്ചയാണല്ലോ കളി. എന്നും നാളെയും ഇനിയും സമയമുണ്ട്. എങ്കിലും ചില പൊസിഷനുകളിൽ ആരൊക്കെയാണ് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഡാനിലോ വലതു പാർശ്വത്തിൽ എന്തായാലും കളിക്കും. മധ്യനിരയിൽ ലൂക്കാസ് പക്കേറ്റോ ഉണ്ടാവും. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും റോഡ്രിഗോയും ഉണ്ടാകും. ഇവരൊക്കെ എന്തായാലും സ്റ്റാർട്ടേഴ്സ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇങ്ങനെയെങ്കിൽ ഏതായിരിക്കും ബ്രസീലിൻ്റെ ആദ്യ 11? എന്തായിരിക്കും ബ്രസീലിൻ്റെ ആദ്യ 11? ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ വരാനാണ് സാധ്യത. ഡിഫൻസിൽ ബെറാൽഡോയും മുറിലോയും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ട് ഡാനിലോയും അയർട്ടൻ ലൂക്കാസും. മധ്യനിരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയ്മാറസും ഡഗ്ലസ് ലൂയിസും അതുപോലെ ലൂക്കാസ് പക്കേറ്റോയും ഉണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാൻ വിനി ജൂനിയറും റോഡ്രിഗോയും എൻട്രിക്കും ഒരുമിച്ചിറങ്ങാൻ സാധ്യത. എൻട്രിക്കിന് പകരം റിച്ചാർലിസൺ, അദ്ദേഹം പ്രീമിയർ ലീഗിൽ കളിക്കുന്ന താരമാണ്. ഒരുപക്ഷെ റിച്ചാർലിസൺ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ രൂപത്തിലുള്ള ഒരു 11 കൊണ്ട് ബ്രസീൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കടുത്ത പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ബ്രസീലിന് ഡൊറിവാൾ ജൂനിയറിന് കീഴിൽ പുതിയ ഒരു തുടക്കമിടാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.